ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകി തന്നിരിക്കുന്നത് ബൈബിളിലെ എല്ലാ വിശ്വാസത്തിനും അടിസ്ഥാനം ആക്കുക എന്നുള്ള ചിന്താ വിഷയമാണ്. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ടും നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ദൈവവചനം പരിശോധിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാനും അതനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണമുള്ള അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ തിരുവചനം അല്ലെ ബൈബിള് നാം പരിശോധിക്കുമ്പോൾ തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആവുന്നു എന്നുള്ളതാണ്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഈ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കാണാത്ത കാര്യങ്ങളുടേതായ ആ നിശ്ചയവും ഉറപ്പും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ ആ ഉറപ്പ് നാം പാലിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നതായ ഒരു വലിയൊരു അനുഭവത്തെ, തൻ്റെ വിശ്വാസത്തെ അവിടെ അടി ഉറപ്പിച്ച് മനസ്സിലാക്കുന്നതായിട്ട്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വിശ്വാസമുള്ളതായ ഒരു വ്യക്തി പ്രത്യാശയോടുകൂടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-6 പറയുന്നത്: ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നവൻ ദൈവമുണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ദൈവം എൻ്റെ സകല കാര്യങ്ങളെയും നടത്തി തരുമെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏതൊരു വ്യക്തിയും കടന്നു വന്നാൽ അവന് നിശ്ചയമായും പൂർണ്ണമായ പ്രതിഫലങ്ങളെ കൊടുക്കുമെന്ന് ദൈവത്തിന്റെ തിരുവചനം ഇന്ന് നമ്മെ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം എൻ്റെ സകല കാര്യങ്ങളെയും നടത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നോട് മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നെങ്കിൽ നിശ്ചയമായും നമ്മുടെ സകല കാര്യങ്ങളെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിത്തരും എന്ന് എബ്രായ ലേഖനത്തിലൂടെ നമ്മെ ഇന്ന് പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നാം ആശിക്കുന്നതിൻ്റെതായ ആ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടേതായ ആ നിശ്ചയത്തിന് വേണ്ടി നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നമുക്ക് ഈ ഭൂമിയിൽ നൽകി തരുന്നതായ ആയുഷ്കാലമൊക്കെയും ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീരുന്നെങ്കിൽ ആ പ്രത്യാശയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ക്രിസ്തീയ ജീവിതം മെത്തയുടേതായ ഒരു അനുഭവമല്ല. നമുക്ക് രോഗങ്ങൾ കടന്നു വരാം, കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ നാം നമ്മുടെ ജീവിതത്തിൽ അനേക പരിഹാസങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സഹിച്ചതായ പലവിധമായ അപമാനങ്ങള്, കഷ്ടതകള്, പ്രയാസങ്ങള്, പ്രതിസന്ധികളിലൂടെയൊക്കെയും നാം കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ പ്രത്യാശയുടെ തുറമുഖത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്നുള്ള ആ വലിയൊരു പ്രത്യാശയാണ്. കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടി കർത്താവ് കഷ്ടം സഹിച്ചു, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു, വീണ്ടും അവൻ എന്നെ ചേർക്കുവാൻ കടന്നു വരുമെന്നുള്ള ഒരു പ്രത്യാശയാണ് നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കുവാനുള്ള വലിയൊരു പ്രേരണ നമുക്ക് നൽകി തരുന്നത്. അപ്പോൾ നാം ഒന്നുകൊണ്ടും നിരാശപ്പെട്ട് പോകേണ്ടതായ ആവശ്യമില്ല. ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ തിരുവചനം എബ്രായ ലേഖനത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നത്: മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നുള്ള എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു കൊണ്ട് അവിടുന്ന് തന്റെ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാര് യാത്ര തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്
കർത്താവായ യേശുക്രിസ്തു അല്ലെ ഗുരു മരിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യും? യെരുശലേമിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, അതുകൊണ്ട് നമ്മൾ സ്വന്തം ദേശത്തേക്ക് എമ്മാവുസിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം. പരസ്പരം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവരുടെ മധ്യത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നുകൊണ്ട് അവരോട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. യെരുശലേമിൽ ഞങ്ങളുടെ ഗുരുവായ കർത്താവായ യേശുക്രിസ്തു മരിച്ചു എന്നുള്ള വാർത്തയെക്കുറിച്ച് അവർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ പറഞ്ഞിരിക്കുന്നതായ എല്ലാ തിരുവെഴുത്തുകളും കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുമെന്നും അതുപോലെ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേക്കുമെന്നുള്ളതായ ആ തിരുവെഴുത്തുകളെയൊക്കെയും കർത്താവായ യേശുക്രിസ്തു ആ എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരോടൊപ്പം നടന്ന് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ സകല തിരുവെഴുത്തുകളെയും അവരെ ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ച് അവരോടൊപ്പം കൂടെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരോടൊപ്പം അവർ ഭവനത്തിലായിരിക്കുന്നതായ ഒരു നല്ല അനുഭവത്തെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. നാം നിരാശയിലായ ശിഷ്യന്മാരെ പ്രത്യാശയിലേക്ക് അവരെ കൂട്ടി വന്നപ്പോൾ അവരെ എമ്മാവുസിൽ ചെന്ന് ഭവനത്തിൽ ഒരു രാത്രി തങ്ങി പിറ്റേ ദിവസം അവർ യെരുശലേമിലേക്ക് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമ്മോടൊപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മോടൊപ്പമുണ്ട്. നാം ധൈര്യപ്പെട്ട് ബലപ്പെട്ട് കർത്താവിനെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ കൃപകളും തന്ന സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏവരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് തിരുവചനം കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിച്ചതുപോലെ കർത്താവെ അടിയങ്ങളോടും സംസാരിച്ച അടിയങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്ന കർത്താവെ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ട രോഗത്താലും ക്ഷീണത്താലും പ്രയാസത്താലും നിരാശയിലും ആയിരിക്കുന്ന അനേകരുണ്ട്. അവരോട് ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ജന്മദിനത്തിന്റെ സന്തോഷത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും ഈ അവസരത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവെ അങ്ങ് നിറയ്ക്കണം. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പുതിയ ശക്തി കൊടുത്ത് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.